കെയർ സുപ്രീം പറയുന്നത് സ്ട്രോങ് ബേസ് കവർ തരാം, അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ തരാം, പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസും ചെയ്യാം, ഒരുപാട് ആഡ് ഓൺസും തരാം. അതേസമയം HDFC ERGO ഒപ്റ്റിമ സെക്യൂർ പ്ലസിൽ പറയുന്നത് ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ ഇരട്ടി കവറേജ് തരാം, അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ബേസ് പ്ലാനിൽ തന്നെ തരാം, എല്ലാ വർഷവും ക്യാപ്പ് ഇല്ലാതെ കവർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറും തരാം. അപ്പോൾ ഈ രണ്ടിലും ഏത് പ്ലാനാണ് നല്ലത്? ഇന്ന് ഈ രണ്ട് പ്ലാനും ഡീറ്റെയിൽഡ് ആയിട്ട് കമ്പയർ ചെയ്ത് ഏത് തരത്തിലുള്ള ആളുകൾക്ക് ഏത് പ്ലാനാണ് കൂടുതൽ സ്യൂട്ടബിൾ എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹലോ ഫോക്സ്, ഞാൻ ഡോൺ ജോസഫ്, യു ആർ വാച്ചിങ് ഡിറ്റോ ഇൻഷുറൻസ്. ഇതുപോലുള്ള വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഡിറ്റോ ഇൻഷുറൻസിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ രണ്ട് പോളിസികളുടെ വ്യത്യാസം നോക്കാം. HDFC ERGO ഒപ്റ്റിമ സെക്യൂർ പ്ലസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇൻഫിനിറ്റ് ബെനിഫിറ്റ് ആണ്. എല്ലാ വർഷവും ബേസ് സം ഇൻഷുർഡിന്റെ 100% വരെ കവറിലേക്ക് ആഡ് ചെയ്യും. അതും അപ്പർ ക്യാപ്പ് ഒന്നുമില്ലാതെ തന്നെ. ക്ലെയിംസ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ ബെനിഫിറ്റ് ലഭിക്കും. ഉദാഹരണത്തിന് 10 ലക്ഷത്തിന്റെ ബേസ് പോളിസി എടുത്താൽ നിങ്ങളുടെ ടോട്ടൽ കവർ വർഷം തോറും കൂടിക്കൊണ്ടിരിക്കും. മെഡിക്കൽ ഇൻഫ്ലേഷനെ ലോങ് ടേമിൽ നേരിടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഫീച്ചർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി കെയർ സുപ്രീമിലും ബോണസ് സ്ട്രക്ചർ ഉണ്ട്. ബേസ് ക്യുമുലേറ്റീവ് ബോണസ് വഴി ബേസ് സം ഇൻഷുർഡിന്റെ 50% വീതം ആഡ് ചെയ്ത് പരമാവധി 100% വരെ കൂട്ടാൻ പറ്റും. പക്ഷേ ഇവിടെ ഡിറ്റോയ്ക്ക് പറയാനുള്ളത്, കൂടുതൽ ബോണസ് ഗ്രോത്ത് വേണമെങ്കിൽ കെയറിൽ ക്യുമുലേറ്റീവ് ബോണസ് സൂപ്പർ, ക്യുമുലേറ്റീവ് ബോണസ് ബൂസ്റ്റർ പോലുള്ള ആഡ് ഓൺസ് ലഭ്യമാണ്. അതായത് കെയറിനും ശക്തമായ ബോണസ് സ്ട്രക്ചർ ഉണ്ടാകാം, പക്ഷെ അതിന്റെ വലിയൊരു ഭാഗം ആഡ് ഓൺ വഴിയാണ് ലഭിക്കുന്നത്. ഇനി രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. HDFC ERGO ഒപ്റ്റിമ സെക്യൂർ പ്ലസിൽ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ബേസ് പ്ലാനിൽ തന്നെ ഇൻബിൽഡ് ആണ്. കെയർ സുപ്രീമിലും അൺലിമിറ്റഡ് ഓട്ടോമാറ്റിക് റീചാർജ് ഡീഫോൾട്ട് ആയിട്ട് ലഭിക്കും. രണ്ട് പ്ലാനിന്റെയും പോളിസി ഇയറിൽ എത്ര തവണ വേണമെങ്കിലും ബേസ് സം ഇൻഷുർഡിന്റെ 100% വരെ റീസ്റ്റോർ ചെയ്യും. അതും ഇൽനെസ് ഏതാണെന്നതുമായിട്ട് ബന്ധമില്ലാതെ. പാർഷ്യൽ എക്സോഷൻ ആയാലും കംപ്ലീറ്റ് എക്സോഷൻ ആയാലും റീസ്റ്റോറേഷൻ ലഭിക്കും. ഇനി ബേസിക്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ രണ്ട് പ്ലാനും വളരെ ശക്തമാണ്. രണ്ടിലും കോ പേയ്മെന്റ് ഇല്ല, റൂം റെന്റ് റെസ്ട്രിക്ഷൻസോ ഡിസീസ് വൈസ് സബ്ലിമിറ്റ്സോ ഇല്ല. ഡേ കെയർ പ്രൊസീജിയേഴ്സ് എല്ലാം കവർ ചെയ്യും. മോഡേൺ ട്രീറ്റ്മെന്റ്സും കവർ ചെയ്യും. ഡൊമിസിലറി ട്രീറ്റ്മെന്റ്സും ഉണ്ട്. ഇനി ആയുഷ് ട്രീറ്റ്മെന്റ്സും ഇതിലെല്ലാം കവർ ചെയ്യും. ഓർഗൻ ഡോണർ എക്സ്പെൻസസ് സം ഇൻഷുർഡ് വരെ കവർ ചെയ്യും. വെയിറ്റിംഗ് പീരീഡും ഏകദേശം ഒരുപോലെയാണ്. ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് 30 ദിവസവും സ്പെസിഫിക് വെയിറ്റിംഗ് പീരീഡ് 2 വർഷം, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് 3 വർഷം. അതുകൊണ്ട് ക്ലെയിം സമയത്ത് ബേസിക് റെസ്ട്രിക്ഷൻസ് മാത്രം കമ്പയർ ചെയ്താൽ രണ്ട് പ്ലാനും വളരെ ക്ലീൻ ആണ്. പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ട്. HDFC ERGO ഒപ്റ്റിമ സെക്യൂർ പ്ലസിൽ 10 ലക്ഷം മുതൽ 2 കോടി രൂപ വരെയാണ് സം ഇൻഷുർഡ് ഓപ്ഷൻസ് ലഭിക്കുന്നത്. കെയർ സുപ്രീമിൽ 5 ലക്ഷം മുതൽ 1 കോടി വരെയാണ് ഓപ്ഷൻസ് ലഭിക്കുന്നത്. അതായത് 5 ലക്ഷത്തിന്റെ കവർ വേണമെങ്കിൽ കെയർ ആണ് ഒരു നല്ല ഓപ്ഷൻ. വലിയ ബേസ് കവർ വേണമെങ്കിൽ HDFC ERGOയ്ക്കാണ് ഇവിടെ അഡ്വാൻറ്റേജ്. ഇനി ഫാമിലി ഫ്ലോട്ടറിന്റെ സൈസ് നോക്കിയാലും വ്യത്യാസമുണ്ട്. HDFC ERGO ഒപ്റ്റിമ സെക്യൂർ പ്ലസിൽ ഒരു ഫാമിലി ഫ്ലോട്ടറിൽ 4 അഡൾട്ടിനും 6 കുട്ടികൾക്കും വരെ കവർ കിട്ടും. പക്ഷേ കെയർ സുപ്രീമിൽ 2 അഡൾട്ടും 2 കുട്ടികളെ മാത്രമാണ് ലിമിറ്റ് ഉള്ളത്. അതുകൊണ്ട് വലിയ കുടുംബങ്ങൾക്ക് HDFC ERGO കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നൽകുന്നുണ്ട്. ഇനി പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ് നോക്കിയാൽ രണ്ടിലും 60 ദിവസത്തെ പ്രീ ഹോസ്പിറ്റലൈസേഷനും 180 ദിവസത്തെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും ലഭിക്കും. ഇവിടെ രണ്ടും ഒരേപോലെയാണ്. ഇനി ആഡ് ഓൺസ്. ഈ വീഡിയോയിൽ ആഡ് ഓൺസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. അതിനെക്കുറിച്ചുള്ള ഒരു സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഒരു ക്വിക്ക് ഓവർവ്യൂ നോക്കാം. HDFC ERGO ഒപ്റ്റിമ സെക്യൂർ പ്ലസിൽ അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ, ഒപ്റ്റിമ വെൽബീയിങ്, പേരന്റ്ഹുഡ്, ലിമിറ്റ്ലെസ്, ABCD ക്രോണിക് കെയർ, ഹോസ്പിറ്റൽ ക്യാഷ്, കൂടാതെ പുതിയ സീരിയസ് ഇൽനസ് റൈഡർ എന്നിവ ലഭിക്കും. ഈ സീരിയസ് ഇൽനസ് റൈഡർ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇത് ഇൻഡെമിനിറ്റി ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 9 സീരിയസ് ഇൽനസസ് ഡയഗ്നോസ് ചെയ്താൽ ബേസ് സം ഇൻഷുർഡിന്റെ 100% വരെ അധിക മെഡിക്കൽ എക്സ്പെൻസസ് റീഇംബേഴ്സ് ചെയ്യാൻ ഇത് സഹായിക്കും. പക്ഷേ ഇത് സാധാരണ ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ പോലെ ഡയഗ്നോസ് സമയത്ത് ലംസം പേ ഔട്ട് തരുന്ന ഒരു റൈഡർ അല്ല. അതുപോലെ തന്നെ കെയർ സുപ്രീമിൽ വളരെ വലിയൊരു ആഡ് ഓൺ എക്കോസിസ്റ്റം തന്നെയുണ്ട്. ക്ലെയിം ഷീൽഡ് പ്ലസ്, ക്യുമുലേറ്റീവ് ബോണസ് സൂപ്പർ, ക്യുമുലേറ്റീവ് ബോണസ് ബൂസ്റ്റർ, വെൽനസ് ബെനിഫിറ്റ്, എയർ ആംബുലൻസ്, ബിഫിറ്റ്, ആനുവൽ ഹെൽത്ത് ചെക്കപ്പ്, ഇൻസ്റ്റന്റ് കവർ പ്ലസ്, PD മോഡിഫിക്കേഷൻ, OPD കെയർ പ്ലസ്, അൺലിമിറ്റഡ് കെയർ, ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ് കവർ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് തന്നെയുണ്ട്. പ്രീമിയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, HDFC ERGO ഒപ്റ്റിമ സെക്യൂർ പ്ലസ് ആണോ, ഇനി കെയർ സുപ്രീം ആണോ, അതോ ഇനി വേറെ ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ആണോ നിങ്ങൾക്ക് കൂടുതൽ സ്യൂട്ടബിൾ എന്ന് മനസ്സിലാക്കാൻ സഹായം വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് വഴി ഡിറ്റോ അഡ്വൈസേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു കോൾ ബുക്ക് ചെയ്യാം. IRDA സർട്ടിഫൈഡ് അഡ്വൈസേഴ്സ് ആണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ സ്പാം ഇല്ല, ഫോഴ്സ്ഫുൾ സെല്ലിംഗ് ഇല്ല, അപ്സെല്ലിംഗും ഇല്ല. കൺസൾട്ടേഷൻ പൂർണ്ണമായിട്ടും ഫ്രീ ആണ് താനും. മൊത്തത്തിൽ നോക്കുമ്പോൾ യങ് ഇൻഡിവിജ്വൽസിനും യങ് ഫാമിലിക്കും HDFC ERGO ഒപ്റ്റിമ സെക്യൂർ പ്ലസ് മികച്ച വാല്യൂ പ്രപ്പോസിഷൻ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. മിക്ക സാഹചര്യങ്ങളിലും പ്രീമിയം കുറവായിരിക്കുമ്പോൾ പ്രധാന ബെനിഫിറ്റ് ബേസ് പ്ലാനിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പറേഷണൽ മെട്രിക്സിലും HDFC ERGOയ്ക്ക് കെയർ സുപ്രീമിനേക്കാൾ ശക്തമായ ട്രാക്ക് റെക്കോർഡുണ്ട്. അതേസമയം കെയർ സുപ്രീമും വളരെ ശക്തമായ ഒരു ഓൾട്ടർനേറ്റീവ് തന്നെയാണ്, പ്രത്യേകിച്ച് ഫ്ലെക്സിബിലിറ്റി ആഗ്രഹിക്കുന്നവർക്ക്. ആഡ് ഓൺ ഉപയോഗിച്ച് പ്ലാൻ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനും കഴിയും. പ്രീമിയം
പ്രീമിയം ചിലപ്പോൾ കൂടുതലായിട്ട് തോന്നാം, കാരണം പല ബെനിഫിറ്റും ഇവിടെ ആഡ് ഓൺ വഴിയാണ് ബണ്ടിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹയർ ഏജ് ഗ്രൂപ്പിൽ ഈ പ്ലാൻ കൂടുതൽ കോമ്പറ്റേറ്റീവ് ആകാറുണ്ട്. അപ്പോൾ ഏത് പ്ലാൻ ആർക്കാണ് കൂടുതൽ സ്യൂട്ടബിൾ? HDFC ERGO ഒപ്റ്റിമ സെക്യൂർ പ്ലസ് വ്യക്തമായിട്ടും ഒരു ലോങ് ടേം ഫ്ലാഗ്ഷിപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ആണ്. സ്ട്രോങ് ഇൻഷുറർ മെട്രിക്സ് വേണമെങ്കിൽ, വലിയ ഫാമിലി ഫ്ലോട്ടർ ഫ്ലെക്സിബിലിറ്റി വേണമെങ്കിൽ, കൂടുതൽ സം ഇൻഷുർഡ് ഓപ്ഷൻസ് വേണമെങ്കിൽ, ഒന്നാമത്തെ ദിവസം മുതൽ ഇരട്ടി കവർ വേണമെങ്കിൽ, ആഡ് ഓൺസിനെ അധികം ആശ്രയിക്കാതെ വർഷം തോറും കവറേജ് ഗ്രോ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ വേണമെങ്കിൽ HDFC ERGO ഒപ്റ്റിമ സെക്യൂർ പ്ലസ് കൂടുതൽ അനുയോജ്യമായിരിക്കും. അതേസമയം കെയർ സുപ്രീമും ഫീച്ചറുകളുടെ കാര്യത്തിൽ വളരെ ശക്തമായ പ്രൊഡക്റ്റ് ആണ്. ഹൈലി കസ്റ്റമൈസബിൾ പ്ലാൻ വേണമെങ്കിൽ, അതല്ല വെൽനസ് ബെനിഫിറ്റ്, BeFit, OPD കവർ, ചില കണ്ടീഷൻസിന് ഇൻസ്റ്റന്റ് PD കവർ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് വേണമെങ്കിൽ റൈഡർ മനസ്സിലാക്കി തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കെയർ സുപ്രീം കൂടുതൽ അനുയോജ്യമായിരിക്കും. അവസാനമായിട്ട് ഒരു ഡിസ്ക്ലോഷർ, HDFC ERGOയും കെയർ ഹെൽത്തും രണ്ടും ഡിറ്റോയുടെ പാർട്ട്ണർ ഇൻഷുറേഴ്സ് ആണ്. പക്ഷേ അതുകൊണ്ട് ഈ കമ്പാരിസൺ ഒരു രീതിയിലും ബാധിക്കില്ല. ഓരോ പ്ലാനിന്റെയും സ്ട്രെങ്തും ട്രേഡ് ഓഫും വ്യക്തമാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ സഹായിക്കുക എന്നതാണ് ഞങ്ങളുടെ ഈ വീഡിയോയുടെ ലക്ഷ്യം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഹാപ്പി ഇൻഷുറൻസ് ഹണ്ടിങ്.